കൊച്ചിയിൽ കുറേ നാളായിട്ട് നിങ്ങൾ ലാൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഹായ്, ദിസ് ഈസ് റോസ്മി. കുറേ നാളായിട്ട് നിങ്ങൾ കൊച്ചിയിലൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുകയാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പീസ് ഓഫ് ലാൻഡ് വേണം, ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു ലാൻഡ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്ലോട്ട് ഡിവിഷൻ പ്രോജക്റ്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ചോറ്റാനിക്കരയാണ്. ഇപ്പൊ കാക്കനാട് ആണെങ്കിൽ IT പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ചോറ്റാനിക്കര കുറച്ച് താമസിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. നല്ല എന്താ പറയുക, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ. ഇതൊരു റെറാ രജിസ്റ്റേർഡ് പ്രോപ്പർട്ടി കൂടിയാണ്. ഒരു ഡെവലപ്പിംഗ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇപ്പോൾ കൊച്ചിയിൽ കിട്ടാവുന്ന ഏറ്റവും റേറ്റ് കുറവുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു പ്ലോട്ട് ഡിവിഷൻ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നതും. പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്റേണലി നമ്മൾ ഇത്ര വൈഡ് റോഡുകൾ കൊടുത്തിട്ടുണ്ട്, കോമൺ ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. 5.6 lakhs തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഓരോ പ്ലോട്ട് ടു പ്ലോട്ട് വേരി ചെയ്യും. അതേപോലെ സെയിൽസിനെ അനുസരിച്ചിട്ടും അതിൻ്റെ ഒരു ഹൈക്ക് വരുന്നതാണ്. 4 cents തൊട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 8 സെൻറ്റോ 10 സെൻറ്റോ 12 സെൻറ്റോ ഒക്കെ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. 7 meter വൈഡ് ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് റോഡിൽ നിന്നാണ് ഇതിൻ്റെ ഒരു എൻട്രി ചെയ്യുന്നതും. ഇൻസൈഡ് എല്ലാം 6 meters വൈഡ് ആയിട്ടുള്ള ഇന്റേണൽ റോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോജക്റ്റിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ സെക്യൂരിറ്റി ക്യാബിൻ കൊടുത്തിട്ടുണ്ട്, കിഡ്സ് പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്, കോമൺ ആയിട്ട് ഒരു ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പ്രോജക്റ്റിന് ഫുള്ളായിട്ട്. അതേപോലെ ഇൻഡിവിജ്വലായിട്ട് ഇലക്ട്രിസിറ്റിക്ക് ഒരു പോസ്റ്റ് ഇൻഡിവിജ്വൽ പ്ലോട്ടിൽ പ്രൊവൈഡ് ചെയ്യും. ഇൻഡിവിജ്വലായിട്ട് ഒരു വീട് നോക്കി വില്ല പ്രോജക്റ്റ് ആണ് തപ്പി നടക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബഡ്ജറ്റിന് ഇണങ്ങുന്ന ഒരു വില്ല പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. കൊച്ചിയുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാ ഭാഗങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്, മെട്രോ ഒക്കെ ആണെങ്കിൽ. ഇപ്പം ഫ്യൂച്ചർ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെയധികം ഡെവലപ്മെന്റ്സ് പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ തിങ്ക് ചെയ്യുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷനാണ് കേട്ടോ. നല്ല വെള്ളം കിട്ടുന്ന ലൊക്കേഷനൊക്കെയാണ് ഈ ചോറ്റാനിക്കര. പിന്നെ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലിംഗ് ആവശ്യം വരില്ല. ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. കുറെ നാളുകൾക്ക് മുന്നേ ഉള്ള റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈസി ആയിട്ട് റേറ്റ് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലാൻഡും വീടും കൂടെ പണിയാൻ ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ലാൻഡ് വാങ്ങിയെടുക്കുക. എന്നിട്ട് സാവകാശം ഒരു വീട് പണിയാനുള്ള ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആ ഒരു വില്ല പ്രോജക്റ്റ് അല്ല, ഒരു വില്ല എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലാൻഡും പ്ലോട്ടും ഒക്കെ ഉള്ള പ്രൈസ് നമ്മൾക്ക് ആ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഇപ്പോഴേ കാണണം, ഫണ്ട് കാണണം. അതൊക്കെയാണ് ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്ലോട്ട് ഡിവിഷൻസിൽ വരുന്ന പ്രത്യേകതകൾ. നമ്മുടെ ഫണ്ട് ഒന്നും കൂടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, വീട് പണിയാൻ പറ്റും. പക്ഷെ നമുക്ക് ആദ്യം ഒരു ലാൻഡ് വാങ്ങിയിട്ടിട്ട് സാവകാശം വീട് പണിതാൽ മതി. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് സാധ്യമാകുന്നതാണ്. നല്ല നല്ല സ്കൂളുകളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് ഈ തൃപ്പൂണിത്തുറ ഭാഗമൊക്കെ. ഇപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് വലിയ ദൂരമില്ല, നിങ്ങൾക്കറിയാം ചോറ്റാനിക്കര വലിയ ദൂരമില്ലാത്തൊരു ലൊക്കേഷനാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളൊരു ലൊക്കേഷനാണ്. ചോറ്റാനിക്കര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വരുന്നത് ചോറ്റാനിക്കര ടെമ്പിളാണ്. അവിടെ ചോറ്റാനിക്കര ടെമ്പിളിൽ എന്നും ടെമ്പിളിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കും പറ്റിയൊരു ലൊക്കേഷനാണ്. 2 kilometers ആണ് ഡിസ്റ്റൻസ് എങ്കിലും നമുക്കൊരു 2 minutesലെത്താം. കാരണം നല്ല വൈഡ് റോട്ടിലാണ്. നല്ല നിങ്ങൾ വരുമ്പോൾ കാണാൻ പറ്റും, ഇങ്ങനെ നാരോ റോഡോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ പ്ലോട്ട് എത്തുന്ന വരെയുള്ള ലൊക്കേഷനിലെ റോഡ് നല്ല വീതിയുള്ള റോഡാണ്. അപ്പോൾ 2-3 minutes നമുക്ക് ടെമ്പിളിൽ എത്താവുന്നതാണ്. അപ്പം ഇതേപോലെ ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.